Hello friends, welcome to my YouTube channel Kerala Cuisine. ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീകുട്ടി അരുൺ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു എഗ് റോസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പത്തിന്റെ കൂടെയും റൈസിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ കറിയിലേക്ക് കുറച്ചധികം ഓയിൽ ആഡ് ചെയ്താലേ അതിൻ്റെ ശരിക്കുമുള്ള ആ ടേസ്റ്റ് കിട്ടുള്ളൂ. കോക്കനട്ട് ഓയിലാണ് എപ്പോഴും നാടൻ കറികൾക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കണം. ഇതിലേക്ക് ഞാൻ 3 വലിയ സബോളയാണ് എടുത്തിരിക്കുന്നത്. ഉള്ളിയെല്ലാം കുക്കായി വരുമ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി നന്നായിട്ട് കുറയും. അപ്പോൾ 3 സവാളയെങ്കിലും ചേർത്താൽ മാത്രമേ ഒരു 4 പേർക്കൊക്കെ സെർവ് ചെയ്യാനുള്ള കറി ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ലിഡ് വെച്ച് ക്ലോസ് ചെയ്തിട്ട് കുറച്ച് ടൈം വെയിറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇതൊന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. ഞാനിവിടെ ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് നല്ല നീളത്തിൽ ചെറിയ നൈസാക്കിയിട്ട് അരിഞ്ഞെടുത്തതാണിത്. അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഞാനിവിടെ ചതച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ലിഡ് ക്ലോസ് ചെയ്ത് വെക്കാം. ഇങ്ങനെ കുറച്ച് ടൈം നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി ഒനിയൻ എല്ലാം വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. എന്നിട്ടൊന്ന് നന്നായിട്ട് ഞാനിവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് എല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒട്ടും സ്പൈസി അല്ലാത്ത മുളക് പൊടിയാണ്. നല്ല സ്പൈസി ആയിട്ടുള്ള മുളക് പൊടി ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ കറിയിൽ അധികം മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് വേണ്ട. അതുകൊണ്ട് തന്നെ 1 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന എല്ലാ ഈ മസാലപ്പൊടികളുടെയും ഒരു പച്ച കുത്തുണ്ട്. അതൊക്കെ ഒന്ന് മാറിപ്പോണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അധികം ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. അപ്പോൾ പൊടികളൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിം തന്നെ ഈ കറി ഉണ്ടാക്കുമ്പോൾ മൊത്തം കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം. ഇപ്പോൾ നമ്മളിട്ട പൊടികളുടെയൊക്കെ പച്ച മണം മാറി നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് 2 തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 തക്കാളി ഒരു മീഡിയം പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അതിലേക്ക് മുറിച്ച് ഒന്ന് നന്നായിട്ട് ഇളക്കി നമുക്ക് ലിഡ് വീണ്ടും ക്ലോസ് ചെയ്ത് തന്നെ ഒരു 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവസാനമായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു 5 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ആ മുട്ട പുഴുങ്ങിയിട്ട് അതിൽ ഒന്ന് വരഞ്ഞു കൊടുക്കണം. അപ്പോൾ എന്ന് വെച്ചാൽ മുട്ടയുടെ ഉള്ളിലേക്ക് ആ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുട്ട മുറിച്ചിട്ട് ഇടാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ 5 മുട്ട കൂടെ ഇതിലേക്ക് ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി ഒരു 10 മിനിറ്റ് ലിഡ് ക്ലോസ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. അത് ക്ലോസ് ചെയ്ത് വെച്ചതിന് ശേഷം സെർവ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ മുട്ടയിലേക്കൊക്കെ നന്നായി മസാല പിടിച്ച് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും കറി. അപ്പോൾ എല്ലാവർക്കും എഗ് റോസ്റ്റ് റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നാളെ ഒരു അടിപൊളി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു സോ മച്ച്.